കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിന് പിന്നാലെ വരുന്ന സർവേ റിസൾട്ടുകൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരേക്കും പല രീതിയിലുമുള്ള ചർച്ചകൾ ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. എത്ര സീറ്റുകൾ നേടുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർവേ റിസൾട്ടുകൾ, അതായത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും, അതായത് ത്രികോണ പോരാട്ടം കടുത്തതായി നടക്കുന്ന പല മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള അട്ടിമറി സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. പല രീതിയിലും ഇപ്പോൾ BJP, UDF, LDF നോക്കിയാലും വോട്ടുകൾ കുറയാനും കൂടാനും സാധ്യതയുള്ള മണ്ഡലങ്ങൾ പല രീതിയിലുണ്ട്. അതിൽ തന്നെ അട്ടിമറി സാധ്യത വളരെയേറെ കൂടുതലുമാണ്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാനായി പോകുന്നത്? അതായത് ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുകാട്, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, കയ്പമംഗലം, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറി എന്താണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന തൃശ്ശൂരിൽ വലിയ തോതിലുള്ള മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഒരു അട്ടിമറി തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. 2021 റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂർ ഈ 13 മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും LDFിൻ്റെ ഒരു തരംഗമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടി വരുന്നത്. അതായത് BJPക്കായാലും UDFിനായാലും കാര്യമായിട്ടുള്ള നേട്ടം 2021 തൃശ്ശൂർ ഉണ്ടായിട്ടില്ലായിരുന്നു. LDFിന് തന്നെയായിരുന്നു നേട്ടം മുഴുവനും എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ആ 2021 നേട്ടമുണ്ടാക്കിയ LDF പിന്നെ അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂർ വലിയ തോതിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായാലും അതിന് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും LDF ഈ പറയുന്ന തൃശ്ശൂരിൽ പരാജയപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയും 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലാണ് തൃശ്ശൂരിലെ ഒരു നേർചിത്രം നോക്കുമ്പോഴത്തേക്കും അവിടെ LDFിന് അടിപതറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് തൃശ്ശൂരിലെ ഈ പറയുന്ന 13 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും LDF, UDF, BJP തമ്മിലുള്ള വലിയ തോതിലുള്ള ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും പല മണ്ഡലങ്ങളിലും നടക്കുക എന്നുള്ളതാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കടുത്ത ത്രികോണ പോരാട്ടം എന്ന് തന്നെ പറയാം. പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. വിജയിക്കുന്നത് ആരായാൽ തന്നെയും വളരെ നേരിയ തോതിലുള്ള ഭൂരിപക്ഷത്തിലായിരിക്കാം വിജയിക്കുന്നത് എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ നിലവിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും വ്യക്തമായ കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആ തൃശ്ശൂർ തീർച്ചയായിട്ടും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ വിജയിക്കുന്നത് ആരായാൽ തന്നെയും തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളതും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും നോക്കുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയ ഡിഫറൻസിലായിരിക്കും 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും പോവുക എന്നുള്ളതും സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇതിൽ LDFിന് സീറ്റ് നഷ്ടം വരും, വോട്ട് ശതമാനം കുറയുമെന്ന് തന്നെയാണ് വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് LDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും താഴോട്ട് പോകുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് 10ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അവിടെ UDF നേട്ടമുണ്ടാക്കുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ. അതായത് UDFിന് നിലവിലുള്ള ഒരു സീറ്റിൽ നിന്നും അത് വർദ്ധിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതായത് അവർക്ക് മാക്സിമം അവിടെ 4ഓ 5ഓ സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതേസമയം LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകൾ കുറയുമെന്ന് മാത്രമല്ല, അത് മാക്സിമം പോയി കഴിഞ്ഞാൽ 6ലേക്കോ 7ലേക്കോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ അവർക്ക് 6 സീറ്റോ 7 സീറ്റോ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും.
അവിടെ UDFന് അവിടെ 4-5 സീറ്റുകൾ എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. മാക്സിമം പോയി കഴിഞ്ഞാൽ 4 അല്ലെങ്കിൽ 5 എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇതിൽ BJPക്ക് 2 സീറ്റുകളിലാണ് വിജയ സാധ്യത നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ തൃശ്ശൂരാണ് ഏറ്റവും വലിയ തോതിൽ BJPക്ക് വിജയ സാധ്യത നൽകിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തോതിൽ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും ഒരു കടുത്ത ത്രികോണ പോരാട്ടമായിരിക്കുമെന്നും പലയിടത്തും BJP വോട്ട് ശതമാനം ഉയരാനായിട്ടുള്ള സാധ്യതയാണ് പല മണ്ഡലങ്ങളിലും കാണുന്നതെന്നും അതോടൊപ്പം തന്നെ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് പലയിടത്തും നടക്കുമെന്നുമാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഇടതുപക്ഷത്തിന് സീറ്റുകൾ കുറഞ്ഞ് 6-7 എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFന് 4-5 എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. BJP മാക്സിമം പോയി കഴിഞ്ഞാൽ 1 സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റിൽ വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതും പലയിടത്തും LDF വോട്ടുകൾ കുത്തനെ ഇടിയുമെന്ന് പറയുന്നു. UDF വോട്ടുകൾ കൂടും, BJP വോട്ടുകളും കൂടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് LDFന് അടിപതറുമെന്നും BJP UDF വോട്ടുകൾ പലയിടങ്ങളിലും കൂടുമെന്നും സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും തൃശ്ശൂർ പോലൊരു മണ്ഡലം, അവിടുത്തെ ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത്, അതോടൊപ്പം തന്നെ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് നിലവിൽ തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ BJP സംബന്ധിച്ചിടത്തോളവും LDFനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി സാധ്യതയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ UDF ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വ്യക്തമായി പറയുന്നു. അതേസമയം BJPയും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും LDF അടിപതറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് 2021 നേടിയെടുത്ത ആ ഒരു തരംഗം നിലനിർത്താനായിട്ട് LDFന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഉപരി അവർ വളരെ പിന്നിലോട്ട് പോകുന്ന തരത്തിലോട്ട് സീറ്റുകൾ പലതും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് LDFന് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അതല്ല അവിടെ ഒരു അട്ടിമറി മുന്നേറ്റം വീണ്ടും LDFന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ, അതുമല്ല അവിടെ UDFൻ്റെ ഒരു തേരോട്ടമായിരിക്കുമോ ഇനിയും ഉണ്ടാവാനായിട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോർപ്പറേഷൻ ഭരണം നേടിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവിടെ UDFന് സാധിക്കുമോ, അതുമല്ല അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുത്ത ഈ BJP തൃശ്ശൂരിലൊരു MP BJPയിലൂടെ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും ഒക്കെ തന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്.